ഈ ശനിയാഴ്ച ഒഡീഷ തീരത്ത് നടന്ന ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ വിജയകരമായ പരീക്ഷണം നമ്മുടെ പ്രതിരോധശേഷിയെ ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു. നമ്മുടെ DRDO വികസിപ്പിച്ച ഈ മൾട്ടി ലേയേർഡ് പ്രതിരോധ കവചത്തിൻ്റെ ആദ്യ പരീക്ഷണം തന്നെ വൻ വിജയമായി. പരീക്ഷണത്തിന് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ഈ അതുല്യ പരീക്ഷണത്തിലൂടെ ഇന്ത്യ മൾട്ടി ലേയേർഡ് എയർ ഡിഫൻസ് ശേഷി സ്ഥാപിച്ചുവെന്നും ഇനി ശത്രുവിൻ്റെ ആകാശ ഭീഷണികളിൽ നിന്ന് ശക്തമായ സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്നും പ്രസ്താവിച്ചു. ഈ പുതിയ സിസ്റ്റത്തിൽ 3 പ്രധാന ഘടകങ്ങളാണ് ഉൾക്കൊള്ളുന്നത്: ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ഒരു ലേസർ അധിഷ്ഠിത ഡയറക്റ്റഡ് എനർജി വെപ്പൺ. ഈ ഘടകങ്ങളെല്ലാം ഒരു സെൻട്രലൈസ്ഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ മുഖേനയാണ് നിയന്ത്രിക്കുന്നത്. ഇനി ഈ സിസ്റ്റത്തിൻ്റെ ശക്തിയും കൃത്യതയും കുറിച്ച് പറയുകയാണെങ്കിൽ 30 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഫൈറ്റർ ജെറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവ തടയാൻ രൂപകൽപ്പന ചെയ്തതാണ്. അതുപോലെ 6 കിലോമീറ്റർ വരെ ദൂരത്തിൽ ലോ ആൾട്ടിറ്റ്യൂഡ് ഭീഷണികളെ, പ്രത്യേകിച്ച് ഡ്രോണുകളെ നേരിടാനുള്ള കരുത്തുമുണ്ട്. ഈ സിസ്റ്റത്തിലുള്ള 2 മുതൽ 10 കിലോവാട്ട് വരെ ശക്തിയുള്ള ലേസർ ഉപയോഗിച്ച് 2 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഡ്രോണുകളെയും ചെറിയ റിമോട്ട് പൈലറ്റഡ് വിമാനങ്ങളെയും നിർവീര്യമാക്കാനും നശിപ്പിക്കാനും കഴിയും. ശനിയാഴ്ചത്തെ പരീക്ഷണത്തിൽ 2 ഹൈ സ്പീഡ് ഫിക്സഡ് വിങ് ഡ്രോണുകളും ഒരു മൾട്ടികോപ്റ്റർ ഡ്രോണും ഉൾപ്പെടെ 3 വ്യത്യസ്ത ടാർഗറ്റുകൾ വ്യത്യസ്ത ദൂരത്തിലും ഉയരത്തിലും ഒരേ സമയം ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കപ്പെട്ടു. ചണ്ഡിപ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഉപകരണങ്ങൾ പരീക്ഷണത്തിനായി സെറ്റ് ചെയ്ത ടാർഗറ്റുകളുടെ പറക്കൽ ഡാറ്റ ശേഖരിച്ച് മിസൈലുകൾ, ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റം, കമാൻഡ് ആൻഡ് കൺട്രോൾ റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ എല്ലാ ഘടകങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിച്ചതായി സ്ഥിരീകരിച്ചു. ഇതിനോടകം തന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായുള്ള ഡ്യൂ ലേസർ സിസ്റ്റം ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു, പ്രധാനമായും ചൈനയുടെ. അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ജർമ്മനി, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരം കോമ്പാറ്റ് റെഡി ലേസർ സിസ്റ്റങ്ങൾ നിലവിലുള്ളത്. ചൈനയിലെ ബീജിംഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയറോസ്പേസ് നോളജ് മാഗസിൻ്റെ ചീഫ് എഡിറ്റർ വാങ് യനാൻ ഗ്ലോബൽ ന്യൂസിനോട് പറഞ്ഞത്, ഇന്ത്യയുടെ ഡ്യൂ ലേസർ സിസ്റ്റത്തെ അത്ഭുതകരമായ കണ്ടെത്തലെന്നാണ്. കൂടാതെ ഇത്തരമൊരു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ടാർഗറ്റ് ഡാറ്റ വിതരണം ചെയ്യാൻ കഴിവുള്ള ഒരു ഉയർന്ന കാര്യക്ഷമതയുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ആവശ്യമാണ്. അല്ലാത്തപക്ഷം ഇത് വെറും വ്യത്യസ്ത എയർ ഡിഫൻസ് ആയുധങ്ങളുടെ ഒരു സംഘമായിരിക്കും. ഇതാണ് ഇന്ത്യയുടെ കണ്ടെത്തലിൻ്റെ പ്രത്യേകത. പ്രധാനമന്ത്രി മോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച മിഷൻ സുദർശന ചക്രത്തിൻ്റെ ഭാഗമാണ് ഈ സിസ്റ്റവും. 2035ഓടെ തന്ത്രപരമായ സ്ഥലങ്ങൾ, സിവിലിയൻ പ്രദേശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി ഒരു ശക്തമായ, അതും പൂർണ്ണമായും ദേശീയ സെക്യൂരിറ്റി ഷീൽഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് മിഷൻ സുദർശന ചക്രം. ഇപ്പോഴത്തെ ഈ സിസ്റ്റത്തിൻ്റെ പിറവയ്ക്ക് പിന്നിൽ DRDOയുടെ കൂടെ സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസ് ഉൾപ്പെടുന്നു. ഈ പരീക്ഷണം ഇന്ത്യയെ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളുള്ള അപൂർവ രാജ്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് ആഗോള ശക്തികളോട്, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളോട് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. മിഷൻ സുദർശന ചക്രം 2035ഓടെ ഓരോ ഇന്ത്യൻ പൗരനും സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ശക്തമായ പ്രതിരോധ വ്യവസ്ഥ ഉറപ്പാക്കും. ഇന്ത്യയുടെ പുതിയ കണ്ടെത്തലുകളിലും നേട്ടങ്ങളിലും നമുക്ക് അഭിമാനിക്കാം. ഇനി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.